അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ 3 പദങ്ങൾ അതിലുണ്ട്. ഒന്ന് അഹ്ലി എന്നാണ്, മറ്റൊന്ന് സുന്നത്തി എന്നാണ്, മൂന്നാമത്തേത് ജമാഅത്തി എന്നാണ്. സുന്നത്ത് അഹ്ലി എന്ന് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വസ്തുവിലേക്കോ വിഷയത്തിലേക്കോ സ്ഥലത്തിലേക്കോ അഹ്ലിനെ ചേർക്കുമ്പോൾ അതിൻ്റെ ആൾ എന്ന അർത്ഥം കിട്ടും. ഇപ്പൊ നഗരൂര്, അഹ്ലു നഗരൂർ എന്ന് പറഞ്ഞാൽ നഗരൂരിന്റെ ആളുകൾ, നഗരൂറുകാർ എന്നാണ് അതിന്റെ അർത്ഥം. അഹ്ലു കേരള എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആളുകൾ, കേരളക്കാരൻ എന്നാണ് അർത്ഥം. അപ്പൊ ഏതൊന്നിലേക്ക് ചേർക്കുന്നുവോ അതിന്റെ അഹ്ല്. അഹ്ലുൽ മസ്ജിദ് പള്ളിയുടെ ആള്, അഹ്ലുൽ ബൈത്ത് വീടിന്റെ ആള്, പ്രവാചക കുടുംബത്തിലെ ആളുകൾ എന്ന നിലയ്ക്ക് ചിലപ്പോൾ അഹ്ലുൽ ബൈത്ത് എന്ന് പറയാറുണ്ട്. അതാണ് അഹ്ൽ എന്ന് പറഞ്ഞാൽ. സുന്നത്ത് എന്ന് പറഞ്ഞാലോ അസ്സുന്നത്തു മാ സന്നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചര്യയാക്കി കാണിച്ചു തന്ന കാര്യങ്ങൾ. അതിൽ വിശ്വാസങ്ങളുണ്ട്, അതിൽ വാക്കുകളുണ്ട്, അതിൽ പ്രവർത്തനങ്ങളുണ്ട്, അതിൽ അംഗീകാരങ്ങളുണ്ട്, അതിൽ ചെയ്യേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അതിനാ സുന്നത്ത് എന്ന് പറയാം. എടുത്താൽ കൂലിയുള്ളത്, ഒഴിവാക്കിയ ശിക്ഷയില്ലാത്തത് ആ സുന്നത്തല്ല, അത് കർമ്മശാസ്ത്രം പഠിക്കുമ്പോൾ. ഇത് പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, വിശ്വാസ രംഗത്ത്, കർമ്മരംഗത്ത്, ആചാരരംഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന കാര്യങ്ങളും അതാണ് സുന്നത്ത് എന്ന് പറയാം. ജമാഅത്ത് എന്ന് പറഞ്ഞാലോ അൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ നബിയെ കണ്ടു. എങ്ങനെ കണ്ടു? പ്രവർത്തിക്കുന്നത് കണ്ടു, ചെയ്യുന്നത് കണ്ടു, നമസ്കരിക്കുന്നത് കണ്ടു, ദിക്ർ ചൊല്ലുന്നത് കണ്ടു. ആ കണ്ട കേട്ട മനസ്സിലാക്കിയ കാര്യങ്ങൾ അവർ പഠിച്ചു, ഉൾക്കൊണ്ടു. അങ്ങനെ സ്വഹാബികൾ ഒന്നിച്ചുകൊണ്ട് അതിനെ അംഗീകരിച്ചു, അതിനവർ പിൻപറ്റി. അപ്പൊ സ്വഹാബത്തിന്റെ ഏകോപനം, അതിനാണ് അൽ ജമാഅത്ത് എന്ന് പറയാ. അപ്പൊ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്തായി? സുന്നത്തിനെയും ജമാഅത്തിനെയും പിൻപറ്റുന്നവൻ, സുന്നത്തിനെയും ജമാഅത്തിനെയും പിൻപറ്റുന്നവൻ, അവനാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയാ. ഇനി ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് ഒരു പുതിയ കാര്യം ഇവിടെ കൊണ്ടുവന്നു, എന്നിട്ട് ഒരാൾ പറയാ അത് സുന്നത്തി ജമാഅത്ത് എന്ന് പറഞ്ഞാൽ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ചെയ്തത് എന്നാണ്, ജമാഅത്ത് എന്ന് പറഞ്ഞാലോ സ്വഹാബത്ത് ചെയ്തത് എന്നാണ്. അത് നമ്മൾ ഉണ്ടാക്കിയ തീരുമാനമല്ല. നേരെ മറിച്ച് ഒരു കാലഘട്ടത്തിൽ ഇവിടെ മുഅ്തസിലിയാക്കൾ കടന്നു വന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ സിഫാത്തുകളെ നിഷേധിക്കുന്നവർ, അശ്അരിയാക്കൾ കടന്നു വന്നു, അള്ളാഹുവിന്റെ സിഫാത്തുകളെ വ്യാഖ്യാനിക്കുന്നവർ, അതേപോലെ ഖവാരിജുകൾ കടന്നു വന്നു, ഇസ്ലാമികപരമായ പല വിഷയങ്ങളെയും സ്വന്തം ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ. ഖദറിയാക്കൾ കടന്നു വന്നു, ഖദർ എന്ന് പറയുന്ന ഒന്ന് ഇല്ല എന്നും അല്ലാഹു തആല മുൻകൂട്ടി ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുമെല്ലാം പറയുന്ന ഖദറിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ കടന്നു വന്നു. ജബരിയക്കൾ എന്ന് പറയുന്ന ജബരിയത്തിന്റെ വാദവുമായി ചില ആളുകൾ വന്നു. നമ്മൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, നമ്മൾ മജ്ബൂറുകളാ, അള്ളാഹ് നിർബന്ധിപ്പിച്ചതാ, കള്ളുടിച്ചാലും കുഴപ്പമില്ല, നിസ്കരിച്ചാൽ പ്രത്യേകിച്ച് കാര്യമില്ല. പല വിശദീകരണങ്ങളുണ്ട്. അങ്ങനെ ചില ആളുകൾ, ജബരിയാക്കള്, ഖദറിയാക്കള്, മുഅ്തസിലിയാക്കള്, ഖവാരിജുകള്, ഷിയാക്കള്, അത് വേറൊന്ന്. എല്ലാവരും പറഞ്ഞു ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ഇപ്പൊ ചിലർ പറയാറുണ്ടല്ലോ ഞാൻ മുസ്ലിമാണ്, ഞാൻ അങ്ങനെ സലഫിയാണെന്ന് ഞാൻ പറയൂല, ഞാൻ സുന്നത്തി ജമാഅത്തൊന്നും പറയില്ല, ഞാൻ മുസ്ലിമാണെന്ന് പറയും. അതൊരു പ്രശ്നം തന്നെയാണ്. ഇവരൊക്കെ പറഞ്ഞു മുസ്ലിമാണ് എന്ന്. മുഅ്തസിലിയാക്കൾ പറഞ്ഞു, ഖവാരിജുകൾ പറഞ്ഞു, ഷിയാക്കൾ പറഞ്ഞു, അതേപോലെ തന്നെ ഖദറിയാക്കൾ പറഞ്ഞു, ജബരിയാക്കൾ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണ്. എന്നാൽ പരസ്പരം വൈരുദ്ധ്യാധിഷ്ഠിത വിശ്വാസങ്ങൾ, പ്രമാണവുമായി ബന്ധമില്ലാത്ത വിശ്വാസങ്ങൾ, ഇസ്ലാമിനെ ചീത്തപ്പേരുണ്ടാക്കുന്ന വിശ്വാസങ്ങൾ, അവിടെയാണ് അള്ളാഹിനെ പേടിയുള്ള ഈമാനുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ഇങ്ങനെ പോയാ പോരാ, നമുക്കൊരു വേർതിരിവ് വേണം. അങ്ങനെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നുള്ള പേര് പിന്നീട് കടന്നു വരുന്നത്. അപ്പൊ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നുള്ളത് കേരളത്തിലെ സുന്നി എന്ന അർത്ഥത്തിൽ ആരും ഉണ്ടാക്കിയതല്ല. അതാദ്യം പഠിക്കുക. ആളുകൾക്ക് അങ്ങനെ ധാരണ ഉണ്ട്, സുന്നി എന്ന് പറഞ്ഞാൽ അതാണ് സുന്നത്തി ജമാഅത്ത് എന്ന്. സുന്നി ഞങ്ങളാ. കാരണം സുന്നി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സുന്നത്തെടുക്കുന്നവൻ, സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവൻ, സുന്നത്തനുസരിച്ച് കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവൻ, അവനാ സുന്നി എന്ന് പറയാ. എന്നാൽ എല്ലാ ബിദ്അത്തുകളും ചെയ്യാം, എല്ലാ അന്ധവിശ്വാസങ്ങളും സ്വീകരിക്കുക, എല്ലാ ഖുറാഫാത്തുകളും ചെയ്യാം. പേര് സുന്നി എന്നിട്ടാൽ അത് ഒരു ശരിയായ പേരായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് സുന്നത്തി ജമാഅത്ത് എന്ന് പറയേണ്ടി വരുന്നത്. ആ സുന്നത്തി ജമാഅത്ത് അങ്ങനെ പേര് വരാനുള്ള കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളാ. അതെന്താ പ്രവാചകൻ പറഞ്ഞത്? എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹം പല വിഭാഗങ്ങളായി പിരിഞ്ഞിട്ടുണ്ട്. ഇഫ്തറഖതു ബനു ഇസ്രായീൽ അലാ സിംതൈനി വസബഈന മില്ല, 72 വിഭാഗമായി പിരിഞ്ഞു. ചില ആളുകൾ 71 പിരിഞ്ഞിട്ടുണ്ട്. ഇനിയോ വസതഫ്തരികു ഉമ്മത്തി അലാ 73 മില്ല, എൻ്റെ ഉമ്മത്തി 73 പിരിയാൻ പോവുകയാണ്. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരേ ഒരു വിഭാഗം ഒഴികെ.
ഒരു വിഭാഗം ഒഴികെ ബാക്കിയുള്ളവരൊക്കെ നരകത്തിലാ. പേടിക്കണം ഈ വാക്കിനെ. കാരണം ഇത് ആര് പറഞ്ഞതാ? വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. എല്ലാവരും നരകത്തിലാ, ഒരു വിഭാഗം മാത്രം സ്വർഗത്തിലാണ്. ആരാണ് ആ ഒന്ന്? പഠിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ആ ഒന്ന് എന്ന് പറഞ്ഞ സമസ്തയാണ്? ഇല്ല. ആ സമസ്ത എന്ന് പറഞ്ഞാൽ AP എന്നോ EK എന്നോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് മുജാഹിദീങ്ങളാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വിസ്ഡം എന്നുള്ള പേര് റസൂൽ പരിചയപ്പെടുത്തി തന്നോ? ഇല്ല. അപ്പൊ അന്ന് റസൂൽ പറഞ്ഞിടത്ത് SSFO SKSFO SYSO അല്ലെങ്കിൽ SIO SKSSFO MESMO MSMO KNMO ഒന്നുമില്ല. ഇംഗ്ലീഷ് പേരൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അന്ന് പറഞ്ഞത് എന്താ? അന്ന് പറഞ്ഞതൊരു ആദർശമാണ്. അന്ന് പറഞ്ഞതൊരു ആദർശമാണ്. ആ ആദർശമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അത് തബ്ലീഗ് ജമാഅത്തുകാരനും വേണം, അത് മുജാഹിദിനും വേണം, അത് സമസ്തക്കാരനും വേണം. പേരുകൾ എന്തോട്ടോളി, ഇനി ഒരു പേരുമില്ലെങ്കിലും കുഴപ്പമില്ല. അന്ന് പറഞ്ഞതൊരു ആദർശമാണ്. അതെന്താ? മാകാന അലൈഹിൽ യൗമ അന വസുഹാബി. എല്ലാവരും നരകത്തിലേക്ക് പോകുമ്പോ ഒരു വിഭാഗം മാത്രം സ്വർഗത്തിലേക്കാണെന്ന് പ്രവാചകൻ പറഞ്ഞല്ലോ. സ്വഹാബത്തിന് ചോദ്യമാണ്, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് റസൂലെ ആ ഒരു വിഭാഗം ആളുകൾ? പ്രവാചകന്റെ മറുപടി, മാകാന അലൈഹിൽ യൗമ അന വസുഹാബി. ഇന്ന് ഞാനും എൻ്റെ സ്വഹാബത്തും സ്വീകരിച്ച മാർഗം സ്വീകരിക്കുന്നവർ. ഞാനും അതാണ് സുന്നത്ത്, എൻ്റെ സ്വഹാബത്തും അതാണ് ജമാഅത്ത്. അതിനെ സ്വീകരിക്കുന്നവർ അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. വളരെ എളുപ്പമാണ്. ഇസ്ലാമിനെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇതാണ് സുന്നത്തി ജമാഅത്ത് എങ്കിൽ സമസ്തയിലെ പുരോഹിതന്മാർ മുസ്ലിം സമൂഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പലതും അതിനും നിങ്ങൾ അങ്ങോട്ടൊന്ന് ബന്ധപ്പെടുത്തി തരീൻ, സുന്നത്തിലേക്കും ജമാഅത്തിലേക്കും. റിഫാഇ മൗലിദ് ഓതാറില്ലേ? ഓതാൻ മുസ്ലിയാക്കന്മാർ വരാറില്ലേ? നിങ്ങൾ കാശ് കൊടുക്കാറില്ലേ? വന്നിട്ട് 200 കൊല്ലമായിട്ടുള്ളൂ. 200 കൊല്ലമായിട്ടേ ഉള്ളൂ ഇസ്ലാം വന്നിട്ട്. ഇസ്ലാം കുറേ കാലമായി, എല്ലാ കാലത്തും ഇസ്ലാം തന്നെയാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കൊണ്ടുവന്നിട്ട് 200 കൊല്ലമായിട്ടുള്ളൂ? അല്ലല്ലോ, 1400 ചില്ലറ കഴിഞ്ഞു. അപ്പൊ 200 കൊല്ലം മുമ്പ് റിഫായി മൗലിദ് എങ്ങനെയാ സുന്നത്തിൽ വരിക? അതെങ്ങനെ ജമാഅത്തിൽ വരിക? സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും കാലഘട്ടം കഴിഞ്ഞ് 1200 കൊല്ലം കഴിഞ്ഞിട്ട് ഈ അടുത്ത 200 കൊല്ലം മുമ്പുണ്ടായ റിഫായി മൗലിദ് അത് ചെയ്യുന്നവനല്ലേ പുത്തൻവാദി? അത് ചെല്ലുന്നവനല്ലേ ബിദ്അത്തിന്റെ ആള്? അതുകൊണ്ട് നമ്മൾ പുത്തൻവാദികളാകരുത്. നമ്മൾ പഴയ വാദത്തിലേക്ക് വരിക. എന്താ? റിഫായി മൗലിദ് ഇല്ലാത്തൊരു ദീനുണ്ട്, അതാ പഴയത്. അങ്ങനെ നിങ്ങൾ ഓരോന്നും ചിന്തിക്കും. ഈ റിഫായി മാലയ്ക്ക് മുമ്പ് ഒരു മാല ഉണ്ടായിരുന്നു, നൂൽമാല. അപ്പൊ ആ നൂൽമാല കാണാനില്ല. അത് 300 കൊല്ലമാണ് അതിൻ്റെ ആയുസ്. കാരണം സാധാരണ മൗലൂദ് ഓതുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്ത് ഇരുന്നിട്ട് ജവാബും അതേപോലെ അങ്ങനെയൊക്കെ ഉണ്ട്, ശൈലിയൊക്കെ ഉണ്ട്. നൂൽമാലൻ്റെ അവസാനം വരുന്നത് പൊട്ടാ 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 എന്നാണ്. അപ്പോൾ അവർ ഇവിടെ പൊട്ടാന്ന് വിളിക്കുമ്പോൾ അവർ പൊട്ടാന്ന് വിളിക്കുക. അവസാനം ഈ പൊട്ടംകളി വേണ്ടാന്ന് തീർത്തിട്ട് ഒഴിവാക്കിയതാണ്. അതാ നൂൽമാല. 300 കൊല്ലം. പിന്നെയുള്ളത് മുഹയ്യദ്ദീൻ മാലയാണ്, അത് 400 കൊല്ലം. പിന്നെയുള്ളത് ബൂസീരിയാണ്, ഏറെ മുന്നോട്ട് പോയാൽ 700 കൊല്ലം ബൂസീരിയുടെ ബുർദ. മങ്കൂസ് എടുത്തോ 500 കൊല്ലം. അപ്പൊ 700-ന് താഴെ, 600-ന് താഴെ, 500-ന് താഴെ, 200-ന് താഴെ. ഇതെങ്ങനെയാ സുന്നത്താകുക? ഇതെങ്ങനെ ജമാഅത്താകുക? സമസ്തക്ക് സുന്നത്തി ജമാഅത്തുമായിട്ട് ബന്ധമില്ല. അവർ ചെയ്യുന്ന ഓരോ വിഷയങ്ങളും ബിദ്അത്തുകളാണ്, പുതിയതുകളാണ്, ളലാലത്തുകളാണ്. കാരണം കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ പുതിയതും വഴികേടാ.